ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. മഴയൊക്കെ നല്ലപോലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സീസണിൽ നമ്മുടെ ചെടികളെക്കുറിച്ചുള്ള കുറച്ച്, അതായത് ജമന്തി ചെടികളുടെ കെയറും പരിപാലനവും അതെങ്ങനെയാണ് ഒരുപാട് നല്ലതുപോലെ പൂക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ മംസ് ചെടി അഥവാ ജമന്തി ചെടി, ക്രിസാന്തമം എന്നൊക്കെ പറയുന്ന ഈ ചെടി. ഇത് വളരെ നല്ല ചെടിയാണ്. ഇത് ചില കൺട്രികളിലൊക്കെ അവർ സിംബൽ ഓഫ് ഹാപ്പിനെസ്, പീസ് എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ ക്രിസാന്തമം ഫെസ്റ്റിവൽസ് തന്നെ നടത്താറുണ്ട് ചില രാജ്യങ്ങളിലൊക്കെ. ഇത് കണ്ടോ, ഇതിൻ്റെ സീഡ്സ് ഇതേപോലെ നല്ലപോലെ ചെടി നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ഇതേപോലെ സീഡ്സ് എടുക്കാൻ പറ്റും നമുക്ക്. സീഡ്സ് എടുത്ത്, ഇതാണ് അതിൻ്റെ ആ ഒരു സീഡ്. ഇത് നല്ലപോലെ വിളഞ്ഞതല്ല, നല്ല ഉണങ്ങിയതിന് ശേഷം സീഡ്സ് കിട്ടും. ആ സീഡ്സ് നമ്മൾ കൊണ്ട് പാവുകയാണെങ്കിൽ നല്ലപോലെ കുറേ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ചെടി നമ്മൾ നടേണ്ട നല്ല ഫുൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വേണം ഈ ചെടി നട്ടു വെക്കാനായിട്ട്. അതായത് നല്ല പോലെ സൂര്യപ്രകാശം കിട്ടണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം ഈ ചെടി നടാനായിട്ട്. ഈ ഒരു തൈ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ നട്ടതൊന്നുമല്ല. ഇതിൻ്റെ പൂവ് ഉണങ്ങി താഴെ വീണതിന് ശേഷം അരിയിൽ നിന്ന് കിളിച്ച് വന്നതാണ് ഈ ഒരു ക്രിസാന്തമോ അഥവാ നമ്മുടെ ജമന്തിയുടെ തൈ. ഇതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കമ്പ്, അതായത് ഈ ചെടി നമ്മൾ കട്ട് ചെയ്ത് മണ്ണിൽ മുറിച്ച് വെച്ചാലും മതി. വളരെ ഈസി ആയിട്ട് ഇത് കിളിച്ച് വരുന്നതായിരിക്കും. പിന്നെ നല്ല നല്ല കൊലയായിട്ട് പൂക്കാനും ഒരുപാട് ബ്രാഞ്ചസ് വരാനും, ഒരു പ്രാവശ്യം പൂ വന്നതിന് ശേഷം ഇതേപോലെ ഈ തണ്ടിൻ്റെ അവിടെ വെച്ച് നമുക്ക് മുറിച്ച് മാറ്റുകയാണെങ്കിൽ മുറിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വെച്ച് കുറേ ബ്രാഞ്ചസ് വരികയും ആ ബ്രാഞ്ചിൽ നിന്നെല്ലാം പൂക്കൾ വരുന്നതും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ കമ്പ് മുറിച്ച് നട്ടു വെക്കാൻ നേരം നമുക്ക് കുറേ തൈകൾ നല്ല ബുഷിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഇത് ചട്ടിയിലാണ് നടുന്നതെങ്കിൽ നല്ലതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ഒലിച്ചു പോകത്തക്ക രീതിയിൽ നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം. അതേപോലെ ചട്ടിക്കും ഹോൾസ് ഉണ്ടെന്ന് നല്ലതുപോലെ ഉറപ്പാക്കണം. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോവുകയും ചെടി പഴുത്ത് ഉണങ്ങിപ്പോകാനുള്ളൊരു ചാൻസും ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നല്ല റിച്ച് സോയിൽ വേണം. നല്ലപോലെ ചാണകപ്പൊടി, എല്ലുപൊടി 19 ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നല്ലതുപോലെ പുഷ്പിക്കും. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു വളം കാണിച്ചു തരാം. അത് നമ്മൾ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. ഇത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ പൂത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല എയർ സർക്കുലേഷൻ വേണം. നമ്മൾ ഇതേപോലെ ചെടികൾ അടുപ്പിച്ച് നട്ടു വെക്കുകയാണെങ്കിൽ ഇതിന് ചില അസുഖങ്ങൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഇട്ട് വേണം ഈ ചെടി എപ്പോഴും നട്ടു വെക്കാനും. അതുപോലെ ചട്ടിയിൽ വെക്കുകയാണെങ്കിലും നല്ലപോലെ എയർ കയറി ഇറങ്ങി പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ ചെടി നട്ടു വെക്കാനായിട്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടാൻ പോകുന്ന വളമെന്ന് പറഞ്ഞാൽ DAP ഫെർട്ടിലൈസറാണ്. ഇത് നിങ്ങൾ ഇത് നമുക്ക് ഓൺലൈനിൽ വെബ്സൈറ്റുകളിലൊക്കെ കുറേ ഫ്ലിപ്കാർട്ടിലും അതേപോലെ ആമസോണിലൊക്കെ വാങ്ങാൻ ലഭ്യമാണ്. അത് ഞാനൊരു നമ്മുടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഈ ഒരു ചെറിയൊരു പാക്കറ്റിന് നമുക്ക് വെറും ഒരു 30 രൂപയേ ഉള്ളൂ. ഇതുപോലെ കുറേ നമുക്ക് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് ഒരുപാടൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മുടെ ചെറിയൊരു ചട്ടിക്കാണെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മാക്സിമം പോയ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇട്ടതിന് ശേഷം മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക, കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ക്രിസാന്തമം ചെടികൾക്ക് മാത്രമല്ല, റോസിനൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ്. ഇതേപോലുള്ള ഒരു ചട്ടിക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, വളരെ നല്ലതാണ്. ഈ ക്രിസാന്തമം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചില കൺട്രികളിൽ ഏഷ്യ, യൂറോപ്പ്, അതുപോലെ അമേരിക്കയിലൊക്കെ ഈ ചെടികൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നൊരു ചെടിയാണ്. ഇത് നമുക്ക് വളരെ നല്ലതാണ്. അതായത് കാണാൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ പിങ്ക് ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് ഈ ഒരു ക്രിസാന്തമത്തിൻ്റെ കളേഴ്സ്. ഇതിന് പല വെറൈറ്റിയും അതുപോലെ കളറും ഷേപ്പും ഒക്കെ കുറേ ഡിഫറൻസസ് ഒക്കെ ഉള്ള ടൈപ്പും ഉണ്ട്.
ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ചെടികളെ ടേക്ക് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. എല്ലാവരും സുരക്ഷിതരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ലതുപോലെ ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, കണ്ടോ ഈ ചെടിയിൽ നിന്ന് വേര് കുറേ താഴെ പോകത്തില്ല, മുകൾ ഭാഗത്താണ് ഇതിൻ്റെ വേര് ഇതേപോലെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൺലൈറ്റിൽ വെക്കുമ്പോൾ കുറച്ച് ഇലകളൊക്കെ ഇട്ട് കൊടുത്ത് മീൻസ് ചെടി ഉണങ്ങി പോകാതെ കുറച്ച് മൾച്ചിങ് കൊടുക്കുന്നത് നല്ലതാണ്. കരിയിലയും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി കുറേ നാൾ നമുക്ക് നിൽക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. സീ യു ഫ്രണ്ട്സ്, ബൈ.